പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചപ്പാത്തിക്കും അപ്പത്തിനും പൂരിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കോളിഫ്ലവർ, ക്യാരറ്റ്, കിഴങ്ങ് ഇതൊക്കെ കൂടി ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിത് അടുപ്പിലേക്കൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂണോളം സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 2 ക്യാരറ്റും പിന്നെ 2 ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ മൂടി വെച്ചതിന് ശേഷം പിന്നെ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ച് നല്ല പോലെ തന്നെ ഈ വെജിറ്റബിളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്നങ്ങ് ഉടച്ചുകൂടെ കൊടുക്കാം. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഉടച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. കറിക്ക് ചെറിയൊരു തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിളൊക്കെ ഒന്നങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു നല്ല കട്ടിയുള്ള 1/4 കപ്പോളം 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട. അവിടെ ഇവിടെ ആയിട്ട് ഓരോ തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൂരിയുടെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.